ഈ സ്ട്രെങ്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനസികമായ രീതിയിലുള്ള ഒരു വെൽബീങ് വരുമോ? അതായത് നമ്മൾ മെൻ്റൽ ക്ലാരിറ്റി അതുപോലെ തന്നെ മെൻ്റൽ വെൽനെസ് ഈ പറയുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ട്രെങ്ത് എക്സസൈസ് രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ ഈ പറയുന്ന കാർഡിയോ എക്സസൈസും ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രെങ്ത് എക്സസൈസും ചെയ്യാം. സ്ട്രെങ്ത് എക്സസൈസ് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ച് ചെയ്യാം, ജിമ്മിൽ പോയിട്ട് ചെയ്യാം, റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് ചെയ്യാം, ഡംബൽസ് വീട്ടിൽ തന്നെ പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും, അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. സോ വെൽക്കം ടു സനു ഫിറ്റ്, വേൾഡ്സ് ഫസ്റ്റ് health, fitness and wellness podcast. എല്ലാവർക്കും സ്വാഗതം and we'll get right into the episode. So first നമ്മൾ ഈ സ്ട്രെങ്ത് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രെങ്ത് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഓരോ ജോയിൻസിനും പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മസിൽസ് ഉണ്ട്. നമ്മൾ ലോവർ ബോഡിയിൽ മസിൽസ് ഉണ്ട്, അപ്പർ ബോഡിയിൽ മസിൽസ് ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന ട്രങ്ക് കോറിലൊക്കെ മസിൽസ് ഉണ്ട്. ഈ മസിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ നമ്മുടെ ശരീരത്തിന് കറക്റ്റായ രീതിയിൽ നല്ലൊരു പോസ്ചറും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ വെറുതെ ഈ ഒരു എസ്തറ്റിക് പർപ്പസ്, അതായത് എസ്തറ്റിക് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിലൊരു ഭംഗി അതിനു വേണ്ടി മാത്രമാണ് ഈ മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആണ്. അതിനേക്കാൾ ഏറ്റവും ഉപരി രോഗങ്ങളൊന്നും ഇല്ലാതെ മെൻ്റൽ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ വരുന്ന രീതിയിൽ വരുത്തണമെങ്കിൽ ഈ പറഞ്ഞ മസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മസിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ബോഡി ബിൽഡേഴ്സ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ മസിൽസ് അല്ല പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മസിൽസ് ഉണ്ട്. ആ മസിൽസിൻ്റെ ആക്ടിവിറ്റി ലെവൽ കുറച്ചൊന്ന് കൂട്ടുക, അതിനെപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ രീതിയിൽ ആക്ടിവിറ്റീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പം യങ്സ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസ് പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിരിക്കും. പല രീതിയിലുള്ള ഓഡിയൻസാണ് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ്, ഒരു മണിക്കൂർ പറ്റുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വൈകുന്നേരം ഒരു 20 മിനിറ്റ്സ് എടുക്കാൻ ഏറ്റവും ബെറ്റർ. ഏതൊക്കെ സമയത്ത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. നമ്മളെപ്പോഴും എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് നോക്കുക, എനിക്ക് റിസൾട്ട് വേണമെന്ന രീതിയിലേക്ക് അധികം ചാടിക്കയറുക. അപ്പോൾ അത് ചെയ്യാതെ ഫസ്റ്റ് നിങ്ങൾ ഒരു ആക്ടിവിറ്റി കൺസിസ്റ്റൻസിയിലേക്ക് വരിക. അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യു ക്യാൻ കം ടു വാട്സ്ആപ്പ് ആൻഡ് യു ക്യാൻ ജോയിൻ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ സ്ട്രെങ്ത് എക്സസൈസിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നല്ല രീതിയിൽ നല്ല എസ്തറ്റിക് ഇത് തരും, അതുപോലെ തന്നെ എക്സ്ട്രാ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരും. അപ്പോൾ ഈ മസിൽ ബിൽഡിങ്ങിൻ്റെ മെക്കാനിസം നോക്കാം നമുക്ക്. അതായത് ഈ മസിൽസ് മെറ്റബോളിക്കലി ഭയങ്കര ആക്റ്റീവായ ടിഷ്യൂ ആണ്. അത് കൂടുതൽ കാലറീസിന് എപ്പോഴും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. തടി കുറയ്ക്കാൻ ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അപ്പോൾ അവർ മസിൽ ബിൽഡായി വരുന്ന സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ എക്സ്ട്രാ ഭക്ഷണം കഴിച്ചാലും ഈ മസിൽസ് കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ ഉരുകി പോകുന്ന ഒരു ഫാൻസി വേർഡാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കാലറി കൺസ്യൂം ആയി കൊണ്ടേയിരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളോട് കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ പോയിട്ട് നമ്മൾ കൂട്ടുകാരും എന്തെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഫുട്ബോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ ഫിസിക്കൽ സ്പോർട്സിൽ നമ്മൾ ഈ ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത്, ഫ്രണ്ട്സായിട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഇഞ്ചുറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് അതിൽ കൂടെ നമുക്ക് ഫങ്ഷണലായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പം ഹൈക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മരം കയറുക എന്നൊക്കെ പറയുന്ന സമയത്ത് അധികം ആൾക്കാർ കഴിക്കും, നമ്മളിപ്പം മരം കയറാൻ പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറി പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്രോസറി പോയിട്ട് ഇപ്പോൾ അധികം ആൾക്കാർ വണ്ടിയിൽ എടുത്തുകൊണ്ടിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ്ലി വീട്ടിൽ കൊണ്ടുവരാണ്. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഫങ്ഷണലി നമുക്ക് സ്ട്രോങ് ആകാൻ കഴിയും. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത് എക്സസൈസ് ഞങ്ങൾ എന്തിനു ചെയ്യണം? കാരണം ഒരുവിധം എല്ലാത്തിനും നമുക്ക് മെഷീൻസ് ഉണ്ട്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാണെങ്കിലും, അതുപോലെ തന്നെ ഏതൊരു ഫിസിക്കൽ ലേബർ ബോഡി ടാക്സ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് ഗുഡ്. ആക്ച്വലി നമുക്ക് ലൈഫ് കുറേ ഈസി ആയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോൾ നമ്മൾ ലൈഫ് ഈസി ആകുന്നു അതിനനുസരിച്ച് നമ്മൾ ലൈഫ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം, ഒരു റിയാക്ഷനാണ് ഈ പറഞ്ഞ സംഭവം ലൈഫ് ഈസി ആയി കഴിഞ്ഞാൽ അതിന് ഈക്വൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഷുഡ് ബി ദെയർ. ആ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേം ആയാലും നമ്മൾ ഹെൽത്ത് വീക്കാവും. അപ്പോൾ ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മളൊരു ആക്റ്റീവായ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ നമ്മൾ അടുത്ത തലമുറ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു തലമുറയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യും. നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനേക്കാൾ ഈസിയായ രീതിയിൽ ലൈഫ് കൂടെ വരികയാണെങ്കിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ അവർ വളരെ അധികം ലേസി ആയിപ്പോവും. ആ ലേസി ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിപ്പോവും. നിങ്ങൾ ഈ ഒരു കറക്റ്റായിട്ട് ലീനിയേജ് നിങ്ങൾ അടുത്ത തലമുറ തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലുള്ള കോലത്തിലേക്ക് പോയി പോകും. കാരണം ഒരു ഡിസിപ്ലിൻ ഇല്ല, എല്ലാം ഈസിയായി കിട്ടുന്നുണ്ട്, ഭക്ഷണം ഈസിയായി കിട്ടുന്നുണ്ട്, എവിടെ പോകാൻ എല്ലാ മെക്കാനിസം അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അവർ കംപ്ലീറ്റ് ലേസി ആയുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പോൾ പറഞ്ഞത് ഇത് ഓവറോൾ ഓൾ ടുഗെദർ ഒരു സംഭവം പറഞ്ഞു ഫങ്ഷണൽ സ്ട്രെങ്ത് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവൈസ് യുവർ ലൈക്ക് മെൻറ്റൽ ക്ലാരിറ്റി ആസ് വെൽ. അപ്പം പിന്നെ ഈ മെറ്റബോളിക് ഇഞ്ചുറി പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അതായത് ഈ വയസ്സാകുന്ന സമയത്ത് ഈ ഏജ് ഓവറായ ആൾക്കാർക്ക് ഏജ് 60+ അല്ലെങ്കിൽ 50+ നോക്കിയാൽ മതി. അധികം ആൾക്കാരും മരണപ്പെടുന്നത് എവിടെയാണ്? വഴുതി വീണ് കാല് എല്ല് പൊട്ടി എന്നതിന് ശേഷം ബെഡ് റിഡൻ ആയിട്ട് പിന്നെ അവിടെ വന്നിട്ട് പല രോഗങ്ങളും വന്നിട്ട് മരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എല്ല് പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിൻ്റെ സാന്ദ്രത കുറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇതിൽ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മൾ മസിൽസ് സ്ട്രെങ്ത് ചെയ്യുന്നതനുസരിച്ച് എല്ലിൻ്റെ ഡെൻസിറ്റി കൂടും. അത് കാരണം നമുക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഹീലായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ പറയുന്ന ബാക്കിയുള്ള രോഗങ്ങളൊന്നും സംഭവം പിടിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും. അപ്പം ഈ വയസ്സായ ആളുകളിൽ ഈ സ്ട്രെങ്ത് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ വയസ്സായ ആൾക്കാർ 60 വയസ്സിന് ശേഷം മേലുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ നടക്കാനൊക്കെ പോകും, വിച്ച് ഇസ് ഗുഡ്. അത് കാർഡിയോ വർക്ക് വാസ്കുലർ എൻഡ്യൂറൻസ് എക്സസൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെങ്ത് എക്സസൈസ് സ്പെസിഫിക്കലി നമുക്ക് ശരിക്കും ഈ സ്ക്വാട്സ് പോലത്തെ അല്ലെങ്കിൽ പുഷപ്സ് പോലത്തെ അല്ലെങ്കിൽ പുള്ളപ്സ് പോലത്തെ അല്ലെങ്കിൽ ചെറിയ വെയിറ്റ്സ് എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മസിൽസിന് വേണ്ടി നമ്മൾ ബൂസ്റ്റിംഗ് രീതിയിൽ ചെയ്യുന്നുണ്ടോ അത് ഒരു ലാക്കായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് അതുപോലത്തെ ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പം സോ കീപ് ഷെയറിങ് ദിസ് വീഡിയോ. അങ്ങനത്തെ എൽഡർ പോപ്പുലേഷൻ വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ കണ്ടു കഴിഞ്ഞ് ഇവൻച്വലി ആ ഒരു മോട്ടിവേഷൻ വന്ന് അവർ ആ രീതിയിലേക്ക് മൈൻഡ് മാറിക്കഴിഞ്ഞാൽ ദേ ഹെൽത്ത് വിൽ ബി ലൈക്ക് പ്രിസർവ്ഡ്. ഓക്കെ, അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഹെൽത്തി നിൽക്കുക എന്നുള്ള നമുക്ക് ഏറ്റവും വേണ്ടത്. സോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇംപ്രൂവ് പോസ്ചർ. ടീനേജേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോസ്ചർ, അതുപോലെ തന്നെ അവർ വെൻ ദേ ഗെറ്റ് എ ജോബ്, ഒരു ജോലി അല്ലെങ്കിൽ അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ മീറ്റിംഗ്സ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല പോസ്ചറൊക്കെ വരണമെങ്കിൽ കറക്റ്റായ രീതിയിലുള്ള മസിൽസ്. അഗൈൻ നമ്മൾ ഈ പോസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്കെലട്ടൺ സ്ട്രക്ചറിൻ്റെ മേലുള്ള മസിൽസ് ആണ് മസിൽസ്. ഈ മസിൽസ് വീക്ക് ആവുന്ന സമയത്ത് അത് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് അധികം ആൾക്കാരും ഈ കുനിഞ്ഞ് നിന്നിട്ട് മൊബൈൽ ഫോൺ നോക്കുന്നത്, ഡ്രൈവിങ് എല്ലാം ഇങ്ങനെ ഒരു ചുരുണ്ട് കൂടിയ പോസ്റ്റർ നമുക്ക് ലൈഫ് സ്റ്റൈൽ മൊത്തം ഉള്ളത്. അപ്പോൾ ഈ വിടർന്ന് നിൽക്കുന്ന പോസ്റ്റർ വരണമെങ്കിൽ നമ്മുടെ പുറകിലത്തെ മസിൽസിനൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പണ്ടത്തെ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അങ്ങനത്തെ പണ്ടത്തെ കാലത്ത് അത്ര പോസ്റ്ററിനോട് വലിയ രീതിയിലൊന്നും അത്ര ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നത് ഇന്നത്തെ കാലത്ത് ആവശ്യം എന്ന് പറയുന്നത് നല്ല പോസ്റ്ററോടെ കൂടെ നമ്മൾ സമൂഹത്തിൽ കൂടെ നടക്കാറുള്ളത്. ആ പോസ്റ്റർ വരണമെങ്കിൽ അതിന് പല ആൾക്കാരും പല രീതിയിൽ ബാൻഡും സ്ട്രാപ്പും ഒക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കണ്ടിട്ടുണ്ട്. പക്ഷേ ഓൾ ദോസ് തിങ്സ് ആർ ലൈക്ക് ഫാൻസി തിങ്സ്. ഒരു എന്താണ് ഒരു സീക്രട്ട് ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് മെത്തേഡോ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു എക്വിപ്മെൻറ്റ്സ് വന്നിട്ട് ഇങ്ങനത്തെ സ്ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോസ്റ്റർ റെഡിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബുൾഷിറ്റാണ്. കാരണം നമ്മുടെ ശരീരം ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മെക്കാനിസം, ഒരു എന്താ പറയുക, ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റർ എന്തുകൊണ്ട് വളഞ്ഞു വന്നു? കാരണം കുറേ കാലം നമ്മളിങ്ങനെ നിന്നുണ്ട്. അപ്പോൾ അതിനെ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുമോ? ഇല്ല. കുറേ കാലം കൊണ്ട് വന്നൊരു പ്രശ്നം ഒറ്റയടിക്ക് മാറ്റുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞു എന്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നോ ദർ ഷുഡ് ബി ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ വന്ന അതേ രീതിയിൽ നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എക്സസൈസ് നമ്മൾ പുറത്തുള്ള മസിൽസിന് വേണ്ടി ചെയ്യണം. അത് എങ്ങനത്തെ വർക്കൗട്ട് വേണം? പുള്ളിങ് വർക്കൗട്ട് ചെയ്യണം. ഏതൊക്കെ പുള്ളിങ് എക്സസൈസാണ് നമുക്ക് ചെയ്യേണ്ടത്? 2 ടൈപ്പ് പുള്ളിങ് എക്സസൈസാണ്. ഒന്ന് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ചെയ്യാൻ പറ്റും. നമ്മൾ പുള്ളപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ റോ എക്സസൈസ് എന്ന് പറയും, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ റോ എക്സസൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ രീതിയിലുള്ള എക്സസൈസ് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? റെസിസ്റ്റൻസ് ബാൻഡൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും, ഡംബൽസ് വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലത്തെ എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസ്റ്റർ ഇവൻച്വലി ഡെവലപ്പായി വരുന്നതായിരിക്കും. പോസ്റ്റർ ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് പല ഇത് ഷോൾഡർ പെയിൻസ്, ബാക്ക് പെയിൻ, നീ പെയിൻ, ബാക്ക് പെയിൻ ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയിനാണ്, പുറകത്തെ മസിൽസൊക്കെ ഒരു ചെയിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ നെക്കിൻ്റെ മസിൽസ് എല്ലാം കൂടെ ടൈറ്റ് ആവുകയും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ അപ്പർ ബാക്കിൽ മസിൽസൊക്കെ വീക്കാവും, ഈ പറയുന്ന പോസ്റ്റർ ഒന്ന് റൗണ്ട് ആവും, പിന്നെ ലോവർ ബാക്കിൽ മസിൽസ് വീക്കാവും, പിന്നെ നമ്മുടെ ബംസ് നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബംസിൻ്റെ മസിൽസൊക്കെ വീക്കാവും. അപ്പോൾ ഈ പിന്നെ തൈസ് അല്ല ഹാംസ്ട്രിങ്, കാലിലെ പുറകിലത്തെ മസിൽസ് വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടുവേദന വരും, പിന്നെ നമുക്ക് ആംഗിൾ വേദന വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെയിൻ റിയാക്ഷൻ ഇവൻച്വലി ഓരോ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ആക്ടിവിറ്റി അനുസരിച്ചാണ് വരിക. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോസ്ചർ ഒക്കെ അതുപോലത്തെ ഇഞ്ചുറി ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ സ്ട്രെങ്ത് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും. ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാർക്കും ഒരു ഉറക്കത്തിനോട് ഉറങ്ങാൻ പോകുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ്. അധികം ആൾക്കാർക്ക് ഉറക്കം വരില്ല, ചില ആൾക്കാർക്ക് ഉറക്കമില്ലാതെ വേണ്ടി ഗുളിക കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ആൾക്കാരെയും എനിക്ക് ക്ലയൻസായി വന്ന അധികം ആൾക്കാരും പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിളിച്ചാണ് നമ്മൾ പണ്ടത്തൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മിന്നാമിനിങ്ങനെ നുറുങ്ങുവട്ടം പോലത്തെ വെളിച്ചത്തിലാണ് നമ്മുടെ എന്താ പറയുക ഒരു 8 മണി മുതൽ 10 മണി വരെ ഉണ്ടാകും. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ആ ലൈഫ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ബ്രെയിൻ കെമിസ്ട്രി ആക്റ്റീവായിട്ട് എന്താണ് നമുക്ക് ഉറക്കത്തിലേക്ക് വഴുതി പോകും. അപ്പോൾ ഈ ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂര്യൻ്റെ പ്രകാശം പോലത്തെ രീതിയിലാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആണ്, ഇത് ഉച്ചയ്ക്കാണോ അല്ലെങ്കിൽ രാവിലെയാണോ അല്ലേ. അപ്പം പറഞ്ഞു വന്നത്
നമ്മുടെ ബ്രെയിൻ ഈസ് ഓൾവേസ് സ്റ്റിമുലേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പല പല കാര്യങ്ങൾ കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ട് ബ്രെയിൻ ഒരു ഏൻഷ്യൻറ്റ് ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ ഈ നമ്മൾ മോഡേൺ എന്ന് പറയുക ഏൻഷ്യൻറ്റ് ബ്രെയിൻ ലിവിങ് ഇൻ എ മോഡേൺ വേൾഡ് എന്ന രീതിയിലാണ് നമ്മളെ ഈ പറയുന്ന നമ്മുടെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലെ സ്ലീപ്പ് സൈക്കിൾ സിർക്കാഡിയൻ റിതം എന്നൊക്കെ പറയും, ആ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ് യങ്സ്റ്റേഴ്സിൽ. മൊബൈൽ ഫോണിൽ രാത്രി നോക്കിക്കൊണ്ടിരുന്നിട്ടും അതുപോലെ തന്നെ ഈ ബിസി പ്രൊഫഷണൽസ്, ടീനേജ് അഡൾട്ട്സ് ആയ ആൾക്കാർ, 30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, അവർക്കൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ ടൈം കൂടിയ കാരണത്താൽ അവർക്ക് ഈ പറയുന്ന സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അപ്പം അത് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഒഴിവാക്കാനുള്ള ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഒറ്റയടിക്ക് ഒന്നും ഒഴിവാക്കണം, നമുക്ക് ആഡ് ഓൺസ് ഇടാം. ഫസ്റ്റ് നമ്മൾ ആഡ് ഓൺസ് ആഡ് ചെയ്യുക, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ എക്സസൈസിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രെങ്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് എക്സസൈസ് നടത്തുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള ചെറിയ രീതിയിലൊരു നമ്മൾ ഒന്ന് അതിലേക്കൊന്ന് നമ്മൾ ഒരു എന്താണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ അതിലേക്ക് ഒരു മൈൻഡ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഹെൽത്ത്, നമ്മുടെ സ്ലീപ്പ് ഹെൽത്ത് നന്നായിട്ട് കൂടുന്നതാകും. അപ്പോൾ നമുക്ക് പോയ പാടം നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും. അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അപ്പം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ റേഞ്ച് ഉണ്ട് ഉറക്കത്തിന്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അവർക്ക് ചെറിയ പിൻ ഡ്രോപ്പ് സൈലൻസ് വേണം, അവർക്ക് ബ്ലാക്ക് ഔട്ട് കർട്ടൻ, അങ്ങനെ കുറേ ഒരു ചിട്ടവട്ടങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് എന്താ കട്ടിൽ കണ്ട ശവം പോലെ എന്ന രീതിയിലുള്ള ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങണം, ആ സ്ലീപ്പ് ഹെൽത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ മൊബിലിറ്റി, നിങ്ങളുടെ ഫിസിക്കൽ മൊബിലിറ്റി എത്രത്തോളം നിങ്ങളുടെ ഷോൾഡേഴ്സും ജോയിൻസ് കറക്റ്റായി ഹെൽത്തിയായി പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ മസിൽസോ കറക്റ്റായി ഹെൽത്തിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്ററോ കറക്റ്റാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ മെൻറ്റൽ ഹെൽത്ത്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ മൂഡ്സ് എങ്ങനെയൊക്കെയാണ് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പേർപ്പസ്ഫുൾ ആയിട്ട് ഡ്രിവൺ ആയിക്കൊണ്ടിരിക്കുകയാണോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു സർവീസ് നമ്മൾ ഇവൻച്വലി നടത്തിയിട്ടില്ലെങ്കിൽ എന്ന് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് ഒരു വലിയൊരു ബോംബ് പോലെ നമ്മുടെ ലൈഫിലേക്ക് പല കാര്യങ്ങൾ കയറി വരും. ചിലപ്പം ക്യാൻസറിൻ്റെ രൂപത്തിലേക്കും അല്ലെങ്കിൽ ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്ന് പെട്ടെന്ന് നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് പല രീതിയിൽ ഹെൽത്ത് തളർന്നു പോയിട്ട് കുഴഞ്ഞു വീണ് പോകുന്ന രീതിയിലുള്ള രോഗങ്ങളായി വരിക. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പല ജോയിൻറ്റ് പെയിൻസ് വന്ന് ചില ആൾക്കാർ കരിയർ വരെ എൻഡായി പോകുന്നുണ്ട്. അപ്പം ഈ പറയുന്ന രീതികളൊന്നും വരാതിരിക്കണമെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റെപ്പ് എടുത്ത് പോകുക. അതാണ് ഞാൻ ഈ പറയുന്ന പോഡ്കാസ്റ്റ് വീഡിയോയിൽ കൂടെ, ഈ ഓഡിയോ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, and I'll see you on the next video. Take care and see you soon.